സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ 10-നാണ് ചടങ്ങുകൾ. രാജ്യത്തെ എല്ലാ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുക്കും. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ കോൺഗ്രസ് ദേശീയ നേതാക്കളും ചടങ്ങിനെത്തും. പന്തൽ നിർമ്മാണം മുതലുള്ള ഒരുക്കങ്ങൾ ഇന്ന് ആരംഭിക്കും. റഹീസ് റഷീദുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. റഹീസ്, ഇനി സത്യപ്രതിജ്ഞയാണ്, മന്ത്രിമാരെ തീരുമാനിക്കേണ്ടതുണ്ട്. പക്ഷേ ആരൊക്കെയുണ്ടാകും? അതിനു മുൻപ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് എങ്ങനെയായിരിക്കും? അതിനുവേണ്ട ഒരുക്കങ്ങൾ ഏതുവരെയായി? ശ്രുതി, ഗ്രീജിത്ത്, തിങ്കളാഴ്ച രാവിലെ 10 മണിക്കായിരിക്കും വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ അധികാരമേൽക്കുക. സെക്രട്ടേറിയറ്റിന് സമീപമുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ചായിരിക്കും സത്യപ്രതിജ്ഞ ചടങ്ങുകൾ. നേതാക്കൾക്കും വിവിധ മേഖലയിലെ പ്രമുഖർക്കുമൊപ്പം പാർട്ടി അണികൾക്ക് കൂടി പങ്കെടുക്കാവുന്ന തരത്തിൽ വലിയൊരു പന്തലായിരിക്കും ഉയരുക. ഇന്ന് തന്നെ പന്തലിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വേണ്ടി ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് DGPയുടെ നേതൃത്വത്തിൽ ഒരു യോഗവും ചേരുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച്, അല്ലെങ്കിൽ വി ഡി സതീശൻ്റെ ഓഫീസിൽ ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കുന്നത്, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുക്കും. 3 കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാർ ചടങ്ങിനെത്തും എന്നാണ് വി ഡി സതീശൻ ക്യാമ്പിനോട് സംസാരിച്ചപ്പോൾ മനസ്സിലാകുന്നത്. കർണാടക മുഖ്യമന്ത്രി കെ സിദ്ധരാമയ്യ ചടങ്ങിന് എത്തും എന്ന കാര്യം അവർ പറയുന്നുണ്ട്. ഒപ്പം തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും ഒപ്പം മറ്റൊരു മുഖ്യമന്ത്രിയായ സുഖ്വേന്ദർ സിംഗ് സുഗു, ഈ 3 മുഖ്യമന്ത്രിമാരാണ് രാജ്യത്ത് കോൺഗ്രസിനുള്ളത്. ഈ 3 ആളുകളും പങ്കെടുക്കുമെന്ന് പറയുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയിയെ പങ്കെടുപ്പിക്കാനുള്ള ഒരു ശ്രമം AICC നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് എന്നാണ് KPCC നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും പങ്കെടുക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. ആ തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തെ തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കൾ, മുഖ്യമന്ത്രിമാർ, മറ്റ് സിനിമാ മേഖലയിലുള്ള ആളുകൾ, പാർട്ടി പ്രവർത്തകർ എന്നിവരെയൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വലിയൊരു സത്യപ്രതിജ്ഞാ ചടങ്ങിനാണ് സെൻട്രൽ സ്റ്റേഡിയം സാക്ഷ്യം വഹിക്കുക. പന്തൽ നിർമ്മാണം അടക്കമുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് രാവിലെ തന്നെ ആരംഭിക്കുകയും ചെയ്യും.